കൊച്ചിയിൽ നടക്കുന്ന ആഗോള നിക്ഷേപക ഉച്ചകോടിയിൽ നിന്ന് മുളവുകാട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിക്കോളാസ് ഡിക്കൂത്താണ് നമ്മോടൊപ്പം ചേരുന്നത്. ഹലോ. അപ്പോൾ ഇത് വലിയൊരു അവസരമാണ് വ്യവസായ രംഗത്ത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ താങ്കളുടെ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് എത്രത്തോളം ആളുകളെ ഇവിടേക്ക് പങ്കെടുപ്പിക്കാൻ താങ്കൾക്ക് കഴിഞ്ഞു? എന്തൊക്കെയാണ് ഈ ഒരു പരിപാടിയിലൂടെ താങ്കളുടെ പഞ്ചായത്തിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്, അങ്ങനെയുള്ള പ്ലാനുകളൊക്കെ എന്താണ്? വളരെ സന്തോഷമുണ്ട്. ഈ ഗ്ലോബൽ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് എൻ്റെ ഈ ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡിൽ ഈ ലുലു ഗ്രാൻഡ് ഹയാത്തിൽ വന്ന് സംഭവിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ധാരാളം പേര് ഇതിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, കൊച്ചിയിൽ വളരെ മനോഹരമായൊരു സ്ഥലമാണ് ബോൾഗാട്ടി. ഈ ബോൾഗാട്ടിയിലേക്ക് ധാരാളം പേര് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നതിനെക്കുറിച്ച് ധാരാളം പേര് ഇതിനെക്കുറിച്ച് ആകാംക്ഷപരമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആഗോളതലത്തിൽ പലരും ഇവിടെ നിന്ന് പങ്കെടുക്കുന്നതുകൊണ്ട് എൻ്റെ ഈ നാടിന് അത് വളരെ ഗുണകരമാണ്. അവരിത് അറിയുന്നു. പക്ഷേ കൂടുതൽ എൻ്റെ നാടിൻ്റെ ഈ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സ്ഥലത്ത് ധാരാളം പേര് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ലാൻഡ് ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇവിടെ നമുക്ക് ആകർഷകമായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ മറ്റ് 2 പ്രധാനപ്പെട്ട ലാൻഡുകളിൽ ഇവിടെ വലിയൊരു ഹോട്ടൽ വരാൻ പോകുന്നുണ്ട്. അപ്പുറത്ത് മറ്റൊരു ബോൾഗാട്ടി പാലസിൻ്റെ അടുത്തായിട്ട് ഒരു ലാൻഡുണ്ട്. അവിടെയും വളരെയധികം മാറ്റങ്ങൾ വരും. ഞാനിപ്പോൾ നിൽക്കുന്നത് 12ാം വാർഡാണ്, അവിടുത്തെ മെമ്പറാണ്. പക്ഷേ 12ാം വാർഡാണ് എൻ്റെ ഗ്രാമത്തിലെ ഏറ്റവും ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു വാർഡ്. ഈ വാർഡിലാണ് കൂടുതൽ ഈ ഹയാത്തും ബോൾഗാട്ടി പാലസൊക്കെ നടക്കുന്നത് ഉള്ളതുകൊണ്ട് ഈ ധാരാളം നിക്ഷേപ സാധ്യതയുള്ള ഒരു മണ്ണ് കൂടിയാണ് ഇത്, അല്ലേ? തീർച്ചയായും വളരെ മനോഹരമായ മണ്ണ്, നിക്ഷേപ സാധ്യതകൾ ഏറെയുള്ളൊരു മണ്ണാണ്. നിങ്ങൾക്കറിയാം, ലോകത്തിലെ തന്നെ ഒരു മാപ്പിൽ, ടൂറിസം മാപ്പിൽ ഇടം നിറഞ്ഞ ഒരു സ്ഥലമാണ് ബോൾഗാട്ടി പാലസ്. ആൻഡ് ആക്ച്വലി ഐ ആം സോ ഹാപ്പി ഇവിടെ ഇത് നടക്കുന്നതും. ദർ ആർ ലോട്ട്സ് ഓഫ് പീപ്പിൾ ഹാവ് കം ഡൗൺ ഹിയർ ആൻഡ് ലോട്ട്സ് ഓഫ് ഹോട്ടൽ ഫെസിലിറ്റി, ഹോസ്പിറ്റാലിറ്റി ഫെസിലിറ്റീസ് വിൽ ബി യൂസ്ഡ് ദാറ്റ് അറൗണ്ട് ഇവിടെ അതൊക്കെ ഈ നാടിന് വളരെ ഉപകാരപ്രദമാകും. എൻ്റെ ഈ ഗ്രാമപഞ്ചായത്തിനും അതുപോലെ ഒരു ഉപകാരപ്രദമാകും. സിറ്റിയുടെ തൊട്ടടുത്തെടുക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ്. അതുപോലെ തന്നെ നിൽക്കാൻ ഇവിടെ വളരെ വലിയൊരു ബസിലിക്കയുണ്ട്. അതുപോലെ ബോൾഗാട്ടി പാലസ്, ഇതൊക്കെ തന്നെ ഇൻവെസ്റ്റേഴ്സിനെ വളരെ അട്രാക്റ്റ്. ഇൻവെസ്റ്റേഴ്സ് ഇവിടെ വരുമ്പോൾ അവർ ഒരിക്കലും തിരിച്ചു പോകില്ല. എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് അവർ പോകുള്ളൂ എന്നുള്ളത് വളരെ അത് ഉറപ്പുള്ളൂ. താങ്കളും താങ്കളുടെ നാട്ടുകാരും ഇപ്പം ശുഭപ്രതീക്ഷയിലാണ്. വളരെയധികം പ്രതീക്ഷയുള്ള നാട്ടുകാരാണ്. ഏതെങ്കിലും രീതിയിലൊക്കെ നാട് വളരണമെന്നും അതോടൊപ്പം അവർക്കും എന്തെങ്കിലും സാമ്പത്തികമായ വളർച്ച നേടാൻ സാധിക്കുമെന്നും എന്നുള്ള അവർക്ക് ഭയങ്കര സന്തോഷമുള്ള നാട്ടുകാരാണ് എൻ്റേത്. കേരള ചരിത്രത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു നിക്ഷേപക ഉച്ചകോടിയാണ് നടക്കുന്നത്. അപ്പം സംസ്ഥാന സർക്കാർ ഇങ്ങനെയൊരു ഉച്ചകോടി നടത്താൻ അങ്ങനെയൊരു പരിഗണന കൊടുത്തതിന്, സാധ്യമാക്കിയതിന്, അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? തീർച്ചയായും നമ്മുടെ സർക്കാർ ഇത് ചെയ്യുന്നുണ്ട്. സർക്കാർ ഇത് വളരണം. സർക്കാരിനോടൊപ്പം ജനങ്ങളും വളരണം, ഒരുമിച്ച് നിൽക്കണം. ഇതിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തികച്ചും നമ്മുടെ സ്റ്റേറ്റിന്, നമ്മുടെ സംസ്ഥാനത്തിന് എല്ലാ തരത്തിലും വളരാനുള്ളൊരു സാധ്യത ഏറെയാണ്. മറ്റേത് സംസ്ഥാനങ്ങളും നടത്തുന്നതിനേക്കാളും വളരെ ഇവിടെ പല ഗഡ്കരി അതുപോലെ പീയൂഷ് സാറൊക്കെ ഇവിടെ സംസാരിച്ചത് കേരളത്തിൻ്റെ ആ ഒരു മഹിമയെക്കുറിച്ചാണ്. അപ്പോൾ സ്റ്റേറ്റ് നടത്തുന്ന എല്ലാ ഇത്തരത്തിലുള്ള കാരണങ്ങൾക്കും എല്ലാവിധ സപ്പോർട്ടുകളും നമ്മൾ നൽകുന്നില്ല. ജനങ്ങളിലേക്ക് എല്ലാ കാര്യങ്ങളും എത്തിക്കണം. ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ ജനങ്ങളിൽ മറ്റൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നടത്തണം. സാമൂഹികമായിട്ടും സാംസ്കാരികപരമായിട്ടും വി ഷുഡ് ഹാവ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ലൈഫ് ഓൾസോ. ആക്ച്വലി ഇൻവെസ്റ്റ്മെൻറ്റ് ഭൗതിക തലത്തിൽ മാത്രമല്ല, നമ്മുടെ ചെറുപ്പക്കാരിലും ഇത്തരത്തിൽ അവർ മനസ്സിലാക്കി നമ്മുടെ നാടിൻ്റെ മഹിമയും പ്രാധാന്യമൊക്കെ മനസ്സിലാക്കി ദർ ഷുഡ് ബി എ ബിഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ ലൈഫ് ഓൾസോ. എല്ലാവരും വളരണം. എല്ലാവരും ഭൗതികമായും ഇമോഷണലായിട്ടൊക്കെ ഉള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇത്. ജനങ്ങൾ രക്ഷപ്പെടും എന്നുള്ള യാതൊരു തർക്കവുമില്ല. ഈ ഉച്ചയോടുകൂടി താങ്കളുടെ വാർഡിലെ ഗ്രാമപഞ്ചായത്തിൽ ലാൻഡ് ഇൻവെസ്റ്റ്മെൻറ്റിൽ കാര്യക്ഷമമായിട്ടുള്ളൊരു മാറ്റം കൊണ്ടുവരാൻ കഴിയുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. തീർച്ചയായും ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം എല്ലാവരും ഇവിടെ നടന്ന റൗണ്ടൊക്കെ കാണുമ്പോൾ ദേ വിൽ ബി വെരി ഹാപ്പി. അങ്ങനെ ഓപ്പൺ പ്ലേസൊക്കെ ദേ വിൽ ഹാവ് എ ഡിസ്കഷൻ അബൌട്ട് ഇറ്റ്. അതിനെക്കുറിച്ച് അവർ ചർച്ച ചെയ്യും. ആ ചർച്ചയിൽ തീർച്ചയായും ഈ വാർഡിനെക്കുറിച്ച് അവർ മനസ്സിലാക്കും. അങ്ങനെ ഇത്തരത്തിലുള്ള ഈ ഒരു ലാൻഡ് ഇൻവെസ്റ്റ്മെൻറ്റും കൂടി കൂടുതൽ കൂടും എന്നുള്ളത് എനിക്ക് യാതൊരു തർക്കമില്ല.